വിശദമായ വാർത്തയിലേക്കാണ്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. പദ്ധതിയുടെ പേരിൽ വിദേശത്ത് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേടിൽ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് ശുപാർശ നൽകിയത്. ഒരു വർഷം മുമ്പ് വിജിലൻസ് നൽകിയ ശുപാർശയുടെ വിവരങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തോടടുക്കുന്നു ഈ ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പദ്ധതിയുടെ പേരിൽ വിദേശത്തെ ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേടിലാണ് ഇത്തരത്തിൽ CBI അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതായത് UK സന്ദർശന വേളയിൽ 2018 കേരളത്തിലുണ്ടായ പ്രളയം, ആ പ്രളയവുമായി ബന്ധപ്പെട്ട് തന്റെ അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മണ്ഡലത്തിൽ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിരുന്നു. ആ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിനും ഒപ്പം തന്നെ സ്ഥിരമായി തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടിയുള്ള സഹായങ്ങൾക്കുമായി ഒരു പിരിവ് എന്ന നിലയിൽ മണപ്പാട് ഏജൻസി എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പണപ്പിരിവ് നടത്തിയെന്നും അന്ന് ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇതിൽ ഫറ ലംഘനം, അതായത് വിദേശ നാണ്യ വിനിമയ നിയമം അനുസരിച്ചുള്ള ലംഘനം നടന്നിരിക്കുന്നു. ആ ലംഘനം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വിജിലൻസിന് ഈ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ കഴിയില്ല. വിദേശത്ത് വെച്ചാണ് ചർച്ചകളും മറ്റു കാര്യങ്ങളും നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം എന്നാണ് ഇതിൽ ശുപാർശയിൽ പറയുന്നത്. ഒപ്പം നിയമസഭ സാമാജികനായിരിക്കുന്ന സമയത്ത് സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ വിദേശ രാജ്യത്തേക്ക് പോവുകയും അവിടെ ഈ ധനസമാഹരണത്തിന് വേണ്ടി ഒരു നീക്കം നടത്തുകയും ചെയ്ത് റൂൾ 241 പ്രകാരം ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ സ്പീക്കർക്ക് മറുപടി നൽകേണ്ടതായിട്ടും ഉണ്ട്. ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു ശുപാർശയാണ് വിജിലൻസ് നൽകിയിരിക്കുന്നത്. ഒരു വർഷം മുമ്പുള്ള ഈ ശുപാർശയിന്മേലുള്ള കത്ത് ഇപ്പോഴാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഘടകങ്ങളൊന്നും തന്നെ നിലവിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇത് രാഷ്ട്രീയപരമായ നീക്കമാണെന്നും രാഷ്ട്രീയപരമായ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് ആണ് ഇത് ഇപ്പോൾ CPIM ഒപ്പം തന്നെ ഘടകകക്ഷികളുമെല്ലാം തന്നെ ഇത് പുറത്തേക്ക് വിടുന്നത് എന്നും ഈ വിജിലൻസ് അന്വേഷണത്തിന് സാധ്യതകൾ ഇല്ല എന്നുമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പറയുന്നതും നേതാക്കന്മാർ പറയുന്നതും. കാരണം കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 അതായത് 2026 എന്ന് പറയുന്ന ഒരു ക്യാമ്പ് വയനാട്ടിൽ നടക്കുകയാണ്. അവിടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ആ ക്യാമ്പിലെത്തിയ നേതാക്കന്മാർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കം, അതിനപ്പുറത്തേക്ക് ഇതിനെ രാഷ്ട്രീയപരമായി നേരിടും എന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇത് കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതും ഇത് രാഷ്ട്രീയ നീക്കമാണ്, പ്രതികരിക്കുന്നവർ പ്രതികരിച്ചോട്ടെ, ഇതുമായി ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണ്, ഏത് ഏജൻസി വന്നാൽ തന്നെയും അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ നൽകും, അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹവും അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ രാഷ്ട്രീയപരമായി നേരിടും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് അദ്ദേഹവും പറയുന്നത്. എന്തായാലും വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രതിപക്ഷം ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നയങ്ങളും സ്വീകരിക്കും. അതേസമയം ഭരണപക്ഷത്തിന് കിട്ടിയ ഒരു അവസരം കൂടിയാണ് ഇത്. നിലവിൽ നിയമസഭാ സമ്മേളനം 20-ന് തുടങ്ങാനിരിക്കുന്ന സാഹചര്യം, സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയായി മാറുന്നു. ഒപ്പം CPIM-ന്റെ 3 നേതാക്കന്മാർ ജയിലിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട് ഈ സമയത്തൊക്കെ തന്നെ വലിയ തരത്തിൽ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയുള്ള ശുപാർശാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. കാർത്തു. ശരി, പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിലാണ് വിജിലൻസ് ശുപാർശ ഉണ്ടായിരിക്കുന്നത്. പദ്ധതിയുടെ പേരിൽ വിദേശത്ത് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേടിൽ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയത്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.